മുതൽ കത്തയച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യാപക നിയമനത്തിൽ ക്രൈസ്തവ എയ്ഡഡ് മേഖലയോട് വിവേചനം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. കാത്തലിക് മാനേജ്മെന്റുകളുടെ കേസിൽ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് വിവേചനപരവും തുല്യനീതിയുടെ ലംഘനവുമാണെന്ന് വ്യക്തമാണെന്നും കത്തിലുണ്ട്. വൈ എസ് അഭിനന്ദൻ വിവരങ്ങൾ ചേരുന്നു. വൈ എസ് അഭിനന്ദൻ, നേരത്തെ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ സമാനമായ രീതിയിലുള്ള ചില പ്രസ്താവനകൾ ഈ ദിവസങ്ങളിൽ നടത്തുന്നുണ്ട്. റാഫേൽ തട്ടിൽ കത്തിൽ പറയുന്നത് എന്താണ്, എന്തുകൊണ്ട് വിവേചനം എന്നാണ് ആ കത്തിൽ ചൂണ്ടിക്കാണുന്നത്? അഭിനന്ദൻ. കാശ്മീർ അധ്യാപക നിയമനത്തിൽ ക്രൈസ്തവ എയ്ഡഡ് മേഖലയോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട അധ്യാപക നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലുള്ള എയ്ഡഡ് മേഖലയോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണം. ഇത്തരത്തിൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സാധാരണ നിലയിലുള്ള നിയമനം നടക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് എത്രയും വേഗം പരിഹരിച്ച് അവിടേക്ക് സാധാരണ നിലയിൽ നിയമനം ഏർപ്പെടുത്തി ക്രമവൽക്കരിക്കണമെന്ന് ആണ് കത്തിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അത് എംപിമാർക്കടക്കം അവർ പരാതിയെ നൽകിയിരുന്നു. അതിനകത്ത് ഇടപെടൽ ഉണ്ടാകുമെന്ന് പല എംപിമാരും ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും അത് പരിഹരിക്കാത്ത സാഹചര്യമുണ്ട്. അത് എത്രയും വേഗം ഇടപെടണമെന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ NSS ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നേരത്തെ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അതിനകത്ത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഉടൻ തന്നെ പരിഹരിക്കാൻ മറ്റ് ആളുകളെ കൂടി ഉൾപ്പെടുത്തി ഈ സീറ്റുകളിലെല്ലാം തന്നെ ഒരു പൂർണ്ണമായിട്ടും എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ഹർജി അവർക്ക് അനുകൂലമായിട്ട് സുപ്രീം കോടതി അനുകൂലമായിട്ട് ഒരു വിധി വന്നിരുന്നു. പക്ഷെ അത് ഇപ്പോഴും നടപ്പിലാക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ഇപ്പോൾ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ KCBC കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷന് വേണ്ടി കൺസോർഷ്യം ഓഫ് കാത്തലിക്കറ്റ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറയുന്നുണ്ട്. ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് മേഖലയോട് കടുത്ത ഒരു അനീതി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം അത് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കത്തുമായി മേജർ ആർച്ച് ബിഷപ്പ് നേരിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അത് ഒരു കോടതി വിധിയെ തുടർന്നുണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ആണെങ്കിലും അത് വലിയ രാഷ്ട്രീയ ചർച്ച കൂടിയാവുന്ന ഒരു നീക്കമാണ് മാർ റാഫേൽ തട്ടിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിൽ കൂടെ നൽകുന്നത്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട് കുരിശിന്റെ വഴി എന്തൊക്കെയോ ആരോണ്ടൊക്കെ അനാവശ്യമായി കൈക്കലാക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഈ കത്തിന്റെ കൂടെ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രതികരണമാവും. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ചർച്ചകളിലേക്ക് വഴിവെക്കുകയും ചെയ്യും. നോക്കാം.